പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങ് തിരുസന്നിധാനത്തിലായിരുന്നു കൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ലവനായ തമ്പുരാനെ, ഈ തിരുമണിക്കൂറിൽ അങ്ങയുടെ സ്നേഹം ആവോളം അനുഭവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോട് അളവറ്റ കരുണ കാണിച്ചു, കൃപ ചൊരിഞ്ഞു, അനുഗ്രഹങ്ങളാൽ നിറച്ചു. ഈശോയെ, നന്ദിയല്ലാതെ ഞങ്ങൾക്ക് പറയുവാനായിട്ട് ഒന്നുമില്ല. എല്ലാം അങ്ങയുടെ അനുഗ്രഹം ഒന്ന് മാത്രം. നല്ല തമ്പുരാനെ, ബഥനിയായിലെ അത്താഴത്തില് അങ്ങയുടെ കൂടെ ഞങ്ങളും വരട്ടെ. അങ്ങ് അവിടെയായിരുന്ന, അന്ന് ബഥനിയാലായിരുന്ന അങ്ങയെ ഞങ്ങൾ ഇപ്പോൾ ഈ തിരുവോസ്തിയിൽ കാണുകയാണ്. ഞങ്ങളും അന്നേ ദിനത്തിലേക്ക് അങ്ങയോട് കൂടെ സഞ്ചരിക്കുകയാണ്. ബഥനിയായിലെ അത്താഴത്തിൽ വെച്ച് ഈശോയെ ബഹുമാനിക്കുവാൻ മഗ്ദലേന ചെയ്തത് പീഡാനുഭവ ചരിത്രത്തിൽ ഉൾപ്പെടുത്താൻ അവിടുന്ന് തിരുമനസ്സായി. ആദ്യം ഒരു പാപിനിയും പിന്നീട് അനുതാപിയുമായി പ്രത്യക്ഷപ്പെട്ട ആ സ്ത്രീ ഇപ്പോൾ പരിപൂർണതയുടെ ഒരു സമുന്നത നിലയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവൾ ഒരു പാത്രം അമൂല്യമായ സുഗന്ധ തൈലമെടുത്ത് ഈശോയുടെ ശിരസിലും പാദങ്ങളിലും ഒഴുക്കി. ശിരസിലൊഴിച്ചുകൊണ്ട് അവൾ അവിടുത്തെ ദിവ്യത്വം അംഗീകരിച്ചു. പാദങ്ങളിൽ ഒഴിച്ചുകൊണ്ട് അവൾ അവിടുത്തെ മനുഷ്യത്വവും അംഗീകരിച്ചു. ശിരോലേപനം കൊണ്ട് അവൾ ദൈവസ്നേഹം പ്രഖ്യാപിച്ചു. പാദലേപനം കൊണ്ട് അവൾ അയൽക്കാരനോടുള്ള സ്നേഹവും പ്രകാശിപ്പിച്ചു. ക്രിസ്തീയ പരിപൂർണത ഇവ രണ്ടിലും അടങ്ങിയിരിക്കുന്നുവെന്ന് അവൾ പഠിപ്പിക്കുന്നു. ഈശോയുടെ അപമാനകരമായ മരണത്തെ ആദ്യം ബഹുമാനിച്ചത് മഗ്ദലേനയാണ്. മഹാന്മാരുടെ ശവസംസ്കാരത്തിന് മുൻപ് അമൂല്യമായ സുഗന്ധ തൈലം കൊണ്ട് ശരീരം പൂശാറുണ്ടായിരുന്നു. മഗ്ദലേന ഈ കാര്യം തെല്ലും മുൻകൂട്ടി ചെയ്തുവെന്ന് മാത്രം. ഇതിന്റെ എത്രയും പ്രധാനമായ വശം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്ര വിലയേറിയ സുഗന്ധ തൈലം ഇങ്ങനെ രൂപപ്പെടുത്തിയത് തീരെ അവിവേകമാണെന്ന് പറഞ്ഞ് ചില ആളുകൾ അവളെ കുറ്റപ്പെടുത്തി. എന്നാൽ അവൾ സംശയിച്ചുവോ? ഇല്ല. അവരുടെ ഇഷ്ടം പോലെ അവർ അഭിപ്രായപ്പെട്ടുകൊള്ളട്ടെ എന്ന് നിർഭയമായ അവളുടെ ഔദാര്യം നിശ്ചയിച്ചു.
അവൾ ആരംഭിച്ച കൃത്യം അവൾ തുടർന്നു. മനുഷ്യരുടെ അഭിപ്രായങ്ങൾ അവൾ തൃണവൽഗണിച്ചു. താൻ ചെയ്യുന്നത് ഈശോയ്ക്ക് സ്വീകാര്യമാണോ എന്ന് മാത്രമേ അവൾ നോക്കുന്നുള്ളൂ. തന്മൂലം ഈ കൃത്യത്തിന് അവൾ ലോകമാസകലം എന്നും വണങ്ങപ്പെടണമെന്ന് ഈശോ തിരുമനസ്സായി. മഗ്ദലനായെ നമ്മുടെ മാർഗദർശിയും മധ്യസ്ഥയുമായി തിരഞ്ഞെടുക്കുവാൻ നമുക്ക് മതിയായ കാരണമുണ്ട്. ഈശോയെ ലേപനം ചെയ്യുന്നതിനുള്ള ഭാഗ്യം തനിക്ക് ലഭിച്ചുവല്ലോ എന്ന് കരുതി ഈ പരിശുദ്ധ സ്ത്രീ സന്തുഷ്ടയാണ്. നമുക്കും ഈ സ്നേഹകൃത്യം ചെയ്യാൻ സൗകര്യമില്ലേ? നാം ദൈവസ്നേഹ പ്രകടനങ്ങൾ ചെയ്യുമ്പോഴെല്ലാം, ദൈവസ്നേഹ പ്രകടനങ്ങൾ ഉരുവിടുമ്പോഴെല്ലാം സുഗന്ധ തൈലം കൊണ്ട് നാം ഈശോയുടെ ശിരസ് ലേപനം ചെയ്യുകയാണ്. അയൽക്കാരോടുള്ള സ്നേഹകൃത്യം കൊണ്ട് നാം അവിടുത്തെ പാദങ്ങൾ പൂശുന്നു. ഈ പ്രവർത്തികൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ തടയാനുള്ളത് എന്താണ്? നല്ല ദൈവമേ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അത് ചെയ്യാൻ അങ്ങ് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ ചെയ്യുന്നില്ലെന്ന് മാത്രം. അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കുവാനും ഞങ്ങളുടെ അയൽക്കാർക്ക് ശാരീരികവും ആത്മീയവുമായ ഉപവിപ്രവർത്തികൾ ചെയ്തു കൊടുക്കാനും പ്രാർത്ഥനാവേളയിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കാനും ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. എന്നാൽ സന്ദർഭങ്ങൾ കൈവരുമ്പോൾ ഞങ്ങൾ എത്ര ദുർബലരായിട്ടാണ് കാണപ്പെടുന്നത്. എത്ര നീചരായ ഭീരുക്കളാണ് ഞങ്ങൾ. മാത്രമല്ല സ്വാർത്ഥ സ്നേഹം ഞങ്ങളെ മാനുഷിക പരിഗണനകൾക്ക് അടിമകളാക്കുന്നു. ഈ ഒരു കാരണത്താൽ തന്നെ ഞങ്ങൾ എത്ര ഭക്തി അഭ്യാസങ്ങളാണ് ഉപേക്ഷിക്കുന്നത്. നല്ല ദൈവമേ, ലോകത്തിൽ മനുഷ്യരെ അപ്രീതിപ്പെടുത്താതിരിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം ഞങ്ങൾ അങ്ങയെ അതൃപ്തിപ്പെടുത്തുന്നു. മറിയം മഗ്ദലേന സുഗന്ധപൂർണമായ പരിമള തൈലം കൊണ്ട് അങ്ങയുടെ ശരീരത്തെ ലേപനം ചെയ്യുന്നതിന് മുൻപേ തന്നെ, ഓ ഈശോ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം കൊണ്ട് അവളുടെ ഹൃദയത്തെ അഭിഷേകം ചെയ്തു. ഞങ്ങളുടെ ഹൃദയത്തെയും അങ്ങ് ലേപനം ചെയ്യണമെന്നും അങ്ങയുടെ ആകർഷകമായ മാധുര്യം കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തണമെന്നും ഞങ്ങൾ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നു. മാനുഷിക പരിഗണനകൾ ഞങ്ങളെ ചഞ്ചലരാക്കാതിരിക്കാൻ, ഓ മഗ്ദലന മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഈശോയെ, അങ്ങ് എന്നാളും മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കട്ടെ. മനുഷ്യർ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല, ദൈവമേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ആലംബം. മഗ്ദലന മറിയത്തോട് പുച്ഛിച്ചവരോട് അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. തന്നിമിത്തം ഈശോ തന്നെ അവൾക്ക് വേണ്ടി വാദിച്ചു. ദുഷ്ടനാവുകളോട് ക്ഷമയോട് വിനയത്തോടും കൂടെ നമ്മൾ വർത്തിക്കുകയാണെങ്കിൽ ഈശോ നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. മഗ്ദലനയ്ക്കെതിരായി സംസാരിച്ചവരിൽ ഒരാളാണ് യൂദാസ്. സ്ത്രീഹന്മാരുടെ ആഹാരത്തിനുള്ള ധർമ്മസംഖ്യകൾ യൂദാസിന്റെ കൈകളിലായിരുന്നല്ലോ. അതിൽ നിന്ന് കുറച്ചേ എടുത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വിനിയോഗിച്ചിരുന്നു. യൂദാസ് ആ തൈലം തന്നെ ഏൽപ്പിക്കാത്തതിൽ എത്രയും കുപിതനായി. അയാൾ അത് വിറ്റ് ഒരു ഭാഗം സ്വായത്തമാക്കിയിരുന്നു. ഒരു മോഷണ സന്ദർഭം നഷ്ടപ്പെട്ടതിലുള്ള കുണ്ഠിത നിമിത്തം ആ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ടി ഈശോയെ വിൽക്കാമെന്ന് തീരുമാനിച്ചു. മഗ്ദലനായും വിശുദ്ധിയുടെ പരിമളം വീശിയ തൈലം യൂദാസിന് ദുഷ്ടതയുടെ നിദാനമായി തീർന്നു. മഗ്ദലനായിക്ക് വിശുദ്ധിയുടെ പരിമളം വീശിയ തൈലം യൂദാസിന് ദുഷ്ടതയുടെ നിദാനമായി തീർന്നു.
മഗ്ദലന മറിയത്തിന്റെ രക്ഷാകാരണമായത് യൂദാസിന് വിനാശകാരണമായി. ഈ സന്ദർഭത്തിലല്ല യൂദാസിന്റെ മാർഗഭ്രംശം ആരംഭിച്ചത്. പണ്ടേ അയാൾ ഒരു ചോരനായിരുന്നു. മുരടിച്ച അത്യാഗ്രഹമാണ് ദിവ്യഗുരുവനെ മാറ്റിക്കൊടുക്കുന്നതിനുള്ള അപാകത ഗ്രഹിക്കുവാൻ അയാൾക്ക് കഴിവില്ലാതാക്കിയത്. യൂദാസിന്റെ ദുഷ്ടതയെല്ലാം ഗ്രഹിച്ചിരുന്ന ഈശോ ആ കാരണത്താൽ അയാളെ തൽക്ഷണം സ്ത്രീഹന്മാരുടെ ഗണത്തിൽ നിന്നും പുറന്തള്ളിയില്ല. അവിടുന്ന് അയാളെ തന്റെ മുമ്പിൽ നിന്ന് ആട്ടിപ്പായിച്ചില്ല. യൂദാസിന്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? ഈശോ മിശിഹായിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? ദൈവത്തെ ബഹുമാനിക്കാനുള്ള സന്ദർഭങ്ങൾ എത്രയെത്ര ദൈവത്തെ ദ്രോഹിക്കുവാനായി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു? നമ്മുടെ ആത്മാവിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു? നല്ല ദൈവമേ, എത്രമാത്രം ദുരുപയോഗങ്ങളാണ് നടക്കുന്നത്. ഞങ്ങളിലുള്ള സമസ്തവും അങ്ങയുടെ മുമ്പിൽ സൗരഭ്യം വീശേണ്ടതാണ്. ഞങ്ങളുടെ അയൽക്കാരുടെ മുമ്പിൽ സന്മാതൃകയുടെ സൗരഭ്യം ചൊരിയേണ്ടതുമാണ്. പകരം അവരോട് എത്ര നീചമായിട്ടാണ് ഞങ്ങൾ വർത്തിക്കുന്നത്. ഈശോയെ, മറിയ മഗ്ദലനായെ പോലെ ഞങ്ങൾക്ക് അങ്ങയെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും യൂദാസിനെ പോലെ അങ്ങയെ ദ്രോഹിക്കുവാൻ ഇടവരുത്തരുതേ. ഞങ്ങളുടെ സ്ഥായിയായ ദുർഗണം കണ്ടുപിടിക്കുന്നതിനും അത് ഞങ്ങളുടെ നാശത്തിന് കാരണമാകാതെ ആശാനിഗ്രഹ വിഷയമാകുന്നതിന് വേണ്ട കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സഹായത്തിൽ ഞങ്ങൾ ശരണം വഹിക്കുന്നു. ഞങ്ങളുടെ പ്രത്യാശ വ്യർത്ഥമാകുകയില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ദിവ്യരക്ഷക, അങ്ങയെ നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ശിഷ്യഗണത്തിലുണ്ടായിരിക്കാനും അങ്ങനെ സദാ ക്ഷമ ശീലിക്കുവാനുള്ള സന്ദർഭം ഉണ്ടാകാനും അങ്ങ് തിരുമനസ്സായി. അപൂർണതകളും തെറ്റുകളും വഴി ഞങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന ആളുകളുടെ കൂടെ താമസിക്കാൻ ഇടവരുമ്പോൾ ഞങ്ങൾക്ക് അനുകരിക്കുവാൻ ഇതാ എത്രയും നല്ല പരിശുദ്ധനായ അങ്ങ് പിശാചിന്റെ സൽസ്വരൂപമായ യൂദാസിനോട് ക്ഷമാപൂർവം വർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ നിരവധി വീഴ്ചകൾ നിമിത്തം എല്ലാവരും ഞങ്ങളോട് ക്ഷമാപൂർവം വർത്തിക്കേണ്ടി വരുന്നുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് അനുരൂപരല്ലാത്തവരോട് ക്ഷമാപൂർവം പെരുമാറുവാനും അവരോടൊത്ത് ജീവിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് പലരോടും വെറുപ്പും വൈരാഗ്യവും തോന്നുന്നു. വിവേകരഹിതമായ തീഷ്ണത ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നു. തന്നിമിത്തം എത്രയും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞങ്ങൾ കോപിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്നു. എല്ലാവരും ഞങ്ങളുടെ താളത്തിനൊത്ത് തുള്ളിക്കൊള്ളണം. എന്നാൽ ഞങ്ങൾക്ക് മറ്റാളുകളോടൊത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നുമില്ല. എന്താണ് ഞങ്ങളുടെ മനസ്ഥിതി എന്ന് നോക്കുക ഈശോയെ. എന്ത് ഔദത്യം, എന്തൊരു ബഹളം. എത്രയും മാധുര്യവാനായ ഈശോയെ, ഞങ്ങളുടെ അയൽക്കാട് ഒത്തുപോകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സന്മനസ് നടിച്ചുകൊണ്ടോ മാനുഷിക വിവേകം വഴി അക്ഷമതയെ മറച്ചു വെച്ചുകൊണ്ടോ അല്ലാതെ ദൈവസ്നേഹത്തെ പ്രതി ക്രിസ്ത്യക്ഷമ പരിപാലിക്കുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. നമ്മളെ അലട്ടുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുന്നവരോട് സ്നേഹപൂർവ്വം പെരുമാറുന്നത് രോമചട്ട ധരിക്കുന്നതിനേക്കാളും ചമട്ടികൊണ്ട് അടിക്കുന്നതിനേക്കാളും ഉത്തമമായ ആശാനിഗ്രഹമായി നമുക്ക് കരുതാം. ക്ഷമിച്ചുകൊണ്ട് സഹോദര സ്നേഹം പാലിക്കുന്നത് എത്ര യോഗ്യതയേറിയ കാര്യമാണ്. വീണ്ടും നമുക്കറിയാം, ഇതിനുശേഷം ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്.
തന്റെ പീഡാനുഭവ സമയം സമാഗതമായിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ താൻ സഹിക്കണമെന്ന് നിശ്ചയിച്ചിരുന്ന സ്ഥലത്തേക്ക്, അതായത് ജെറുസലേം നഗരത്തിലേക്ക് എത്തിച്ചേരാൻ ഈശോ ആഗ്രഹിച്ചു. അങ്ങനെ സഹനം അവിടത്തേക്ക് ഇഷ്ടമാണെന്നും സ്വതന്ത്ര മനസ്സോടെയാണ് താൻ സഹിക്കുന്നതെന്നും അവിടുന്ന് സ്പഷ്ടമാക്കുന്നു. മറ്റ് പല സന്ദർഭങ്ങളിലും അവിടുന്ന് ഈ നഗരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. എന്നാൽ ആഘോഷവും ജൈവിളികളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ആഘോഷത്തോടും ആഡംബരത്തോടും കൂടെ പ്രവേശിക്കുവാൻ അവിടുന്ന് ആഗ്രഹിച്ചു. അവിടുന്ന് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അഗാധമായ എന്തോ രഹസ്യമുണ്ട്. ഇത്തവണ അവിടുന്ന് ജെറുസലേമിൽ സാനന്ദം പ്രവേശിച്ചത് സഹിക്കുവാനും കുരിശിൽ മരിക്കുവാനും വേണ്ടിയായതുകൊണ്ടാണ്. മനുഷ്യവർഗത്തിന്റെ രക്ഷണം നിർവഹിക്കേണ്ട സമയം സമാഗതമായപ്പോൾ സ്നേഹാഗ്നി അവിടുത്തെ ഹൃദയത്തിൽ കൂടുതൽ ഉജ്ജ്വലമായി ആളിക്കത്തി. ഈ യാത്രയിൽ അവിടുത്തെ മുഖാഭിമുഖം കാണുക, എന്തൊരു പ്രതാപം, അതേസമയം എന്തൊരു വിനയം. പൊൻപൂശിയ രഥത്തിൽ പട്ടണിഞ്ഞും അകപടിയോടുകൂടി അല്ല അവിടുന്ന് വരുന്നത്. പ്രത്യുത ദരിദ്രവേഷത്തിൽ ഒരു കഴുതപ്പുറത്താണ്. തൻ്റെ അധികാരത്തെ ഭയപ്പെടണമെന്നല്ല, തൻ്റെ ശാന്തഭാവം കണ്ട് താൻ സ്നേഹിക്കപ്പെടണമെന്നാണ് അവിടുത്തെ ആഗ്രഹം. ജനസമൂഹം തെരുവീഥികൾ അലങ്കരിക്കുകയും കീർത്തനങ്ങൾ പാടുകയും സമാധാന രാജന്റെ ആഗമനത്തെ സൂചിപ്പിക്കുവാൻ ഒലിവ് ശാഖകൾ വഹിക്കുകയും ചെയ്യുന്നു. ഈ രാജാവിനെ വിനയത്തോടെ ദർശിക്കാം. തന്റെ പ്രജകളെ മർദ്ദിക്കാനല്ല, അവരുടെ ഭാരങ്ങൾ നീക്കി അവരെ രക്ഷിക്കാനായാണ് വരുന്നതെന്ന് പ്രകടമാക്കാൻ ശാന്തതാപൂർവം അവിടുന്ന് വരുന്നു. അവിടുത്തെ സ്നേഹവും എളിമയും നമുക്ക് വാഴ്ത്താം. നല്ല ഈശോയെ, എന്തുകൊണ്ട് അങ്ങേ കാത്തിരിക്കുന്ന നിന്ദനങ്ങളും ചമട്ടിയടിയും മുൾമുടിയും കുരിശും ഇത്ര വേഗത്തിൽ സ്വീകരിക്കാൻ പോകുന്നു? രക്തസാക്ഷികൾ തങ്ങളുടെ പീഡകളെ ആനന്ദപൂർവ്വം സ്വീകരിക്കുവാൻ അണിഞ്ഞുകൊണ്ടിരുന്നതിൽ ഞങ്ങൾക്ക് വിസ്മയം തോന്നുന്നില്ല. കാരണം അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവർ സഹിച്ചത്. അങ്ങ് ആർക്കു വേണ്ടിയാണ് സഹിക്കാൻ പോകുന്നത്? അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണ് സഹിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ടി സഹിക്കുവാൻ അങ്ങേക്ക് ഇത്ര സന്തോഷവും താല്പര്യവും ഉണ്ടാവുക സാധ്യമാണോ? ഞങ്ങളുടെ ബുദ്ധിക്ക് ഇത് ദുർഗ്രഹമാണ്. ഞങ്ങൾക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചു പറയുവാനേ കഴിയൂ. ഈശോയുടെ സ്നേഹമേ, അനന്ത സ്നേഹമേ, അങ്ങ് സഹിക്കുവാൻ ഇത്രമാത്രം സന്നദ്ധത പ്രകാശിപ്പിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയെ പ്രതി സഹിക്കുവാൻ വൈമനസ്യം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തൊരു കഷ്ടമാണിത്! അങ്ങ് ഇത്ര വിനീതനും ഞങ്ങൾ ഇത്ര അഹങ്കാരികളുമായിരിക്കാൻ അങ്ങ് ഇത്ര വിനീതനും ഞങ്ങൾ ഇത്രമാത്രം അഹങ്കാരികളുമായിരിക്കെ ഞങ്ങൾ എന്തു പറയാനാ? അങ്ങ് കഴുതപ്പുറത്തിരിക്കുന്നത് കാണുമ്പോൾ ഒരു അധ്യാപകൻ കസേരയിലിരുന്ന് ഞങ്ങളെ എളിമ പഠിപ്പിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങ് എല്ലാവരെയും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എളിമയുള്ളവരെ മാത്രമേ അങ്ങ് രക്ഷിക്കുകയുള്ളൂവെന്ന് ഞങ്ങൾക്ക് ആ കാഴ്ചയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങ് ഞങ്ങളുടെ രക്ഷയെ അങ്ങേയറ്റം അപരക്ഷിക്കുന്നത് കൊണ്ട് അങ്ങ് ഞങ്ങളെ എളിമ അഭ്യസിപ്പിക്കുന്നു. അത് അഭ്യസിപ്പിക്കുവാൻ പ്രചോദനം അരുളുകയും ചെയ്യുന്നു. ഈശോനാഥ, അങ്ങേ സ്തുതിയും സ്തോത്രവും. ദിവ്യകാരുണ്യനാഥ, സർവശക്തനായ ദൈവമേ, കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ കാത്തു നിൽക്കുന്നു. എല്ലാവരെയും എന്ന പോലെ ഞങ്ങളെയും അങ്ങ് പരിപാലിക്കുന്നു. നീചനായ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. എളിമയുള്ളവരാകാനുള്ള ശ്രമത്തിൽ ഞങ്ങളുടെ എളിമ തന്നെ അഹങ്കാരത്തിന് നിദാനമാകാതിരിക്കാൻ
അങ്ങ് കനിയണമേ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ, എളിമയുള്ളവരാണോ എന്ന വസ്തുത തന്നെ നമുക്ക് അറിഞ്ഞുകൂടെന്നുള്ളത് എളിമയ്ക്ക് നിദാനമാണ്. ചില സമയത്ത് എളിമയുടെ സ്നേഹത്തിന് വികാരങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ നമ്മളെ ഇങ്ങനെ പ്രശംസിക്കുന്നത് നമ്മുടെ സ്വാർത്ഥ സ്നേഹമല്ലെന്ന് ആർക്ക് പറയാൻ കഴിയും? അപ്പം വർദ്ധിപ്പിച്ച വേളയിൽ ജനക്കൂട്ടം ഈശോയെ രാജാവായി പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ തദവസരത്തിൽ പ്രസ്തുത ബഹുമാനം പരിത്യജിച്ചുകൊണ്ട് അവിടുന്ന് അപ്രത്യക്ഷനാവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇതാ ജനക്കൂട്ടത്തിന്റെ പ്രഖ്യാപനം അവിടുന്ന് സ്വീകരിക്കുന്നു. ദാവീദിന്റെ രാജകീയ കുടുംബത്തിലെ പുത്രൻ എന്നുള്ള ശിശുക്കളുടെ ആലാപനം അവിടുന്ന് സ്വാഗതം ചെയ്യുന്നു. അവിടത്തേക്ക് അവരുടെ സംതൃപ്തി തോന്നിയേക്കുമോ? മാത്രമല്ല, തന്നെ സ്തുതിക്കുന്നത് കണ്ട് അസൂയാലുക്കളായ അധികാരികളെ അവിടുന്ന് ശാസിക്കുക കൂടി ചെയ്തു. രാജാവെന്നുള്ള അവരുടെ അഭിസംബോധന അവിടുന്ന് അങ്ങനെ അംഗീകരിച്ചുറപ്പിച്ചു. എന്നാൽ എങ്ങനെയുള്ള രാജാവാണ് എന്നുള്ളതാണ് പ്രശ്നം. അവിടുത്തെ രാജാവാക്കുക ആരുടെയും അവകാശമല്ലാത്തതിനാൽ രാജാവാക്കപ്പെടുന്നത് അവിടത്തേക്ക് ഭയകാരണമായിരുന്നു. രാജകീയ പിതാവിന്റെ പുത്രനായിരുന്നുകൊണ്ട് അവിടുന്ന് രാജാവാണല്ലോ. അവിടുത്തെ രാജ്യം മാനുഷികമല്ല, ദിവ്യമാണ്. ഭൗമികമല്ല, സ്വർഗീയമാണ്. താൽക്കാലികമല്ല, നിത്യമാണ്. അവിടുന്ന് യഥാർത്ഥത്തിൽ രക്ഷകനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ വെളിച്ചത്തോടെ നടത്തിയ നിഷ്കളങ്ക പ്രഘോഷണം അവിടത്തേക്ക് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ ജനനത്തിൽ മാലാഹമാർ അവിടുത്തെ പാടി സ്തുതിച്ചു. അവിടുന്ന് മരിക്കാറായപ്പോൾ രക്ഷകനായ ഈശോയിൽ അവർ ആനന്ദം കൊണ്ടു. തങ്ങൾക്ക് രക്ഷ നൽകണമേ എന്ന് ദാവീദിന്റെ വാക്കുകളിൽ അവർ അപേക്ഷിച്ചു. രാജകീയ സ്വഭാവത്തോടുകൂടിയുള്ള ഈശോയുടെ ആവിർഭാവം പ്രവാചകന്മാർ ദീർഘദർശനം ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ സ്വാഗതം ചെയ്യാൻ പ്രവാചകൻ ജെറുസലേമിനെ ക്ഷണിച്ചിരിക്കുന്നു. അതേ ക്ഷണം നമുക്കും അരുളിയിരിക്കുന്നതായി നമുക്ക് ഭാവന ചെയ്യാം. നമ്മുടെ ആത്മാവിനോട് നമുക്ക് ചോദിക്കാം, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ മിശിഹ രാജകീയ പ്രതാപത്തോടെ നിന്റെ അടുക്കലേക്ക് വരുന്നു. ആ ശിശുക്കളെ ജനങ്ങളെ പോലെ അവിടുന്ന് അർഹിക്കുന്ന വിധം അവിടുത്തെ സ്തുതിക്കാനും നിന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുവാനും വേണ്ട എളിമയും നിഷ്കളങ്കതയും നിനക്കില്ലാത്തത് എന്തുകൊണ്ട്? വീണ്ടും നമുക്ക് നമ്മുടെ ആത്മാവിനോട് പറയാം, എളിമയോടും സന്തോഷത്തോടും തീഷ്ണതയോടും കൂടി അവിടുത്തെ സ്വീകരിക്കാൻ സമീപിക്കുക. ഈശോയെ, അങ്ങ് സകല യുഗങ്ങളുടെ നിത്യരാജനായിരിക്കെ മനുഷ്യരുടെ രാജാവാകുന്നത് എന്ത് ഫലമാണുള്ളത്? അങ്ങ് ഞങ്ങളുടെ രാജാവാണെന്നുള്ളത് അങ്ങക്ക് ബഹുമാനമല്ല, പ്രത്യുത എന്നോടുള്ള കാരുണ്യത്തിന്റെ രക്ഷണം മാത്രമാണ്. ഞങ്ങളെ രാജാവാക്കാനും പ്രതാപപൂർണനായ അങ്ങയുടെ രാജ്യം ഞങ്ങൾക്ക് നൽകാനും വേണ്ടി അനന്തകാരുണ്യത്തോടെ ഞങ്ങളുടെ രാജാവായി അങ്ങ് ലോകത്തിലേക്ക് വന്നു. കർത്താവേ, അങ്ങയുടെ തന്നെ ആയിരിക്കട്ടെ. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് വിജ്ഞാനമില്ല. കുരിശിൽ വീഴുക തന്നെ ചെയ്യും. ആകെ രക്ഷപ്പെടാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ രക്ഷയുടെ കാര്യം അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് പ്രകാശവും ശക്തിയും അന്ത്യത്തോളമുള്ള നിലനിൽപ്പും തരാൻ അങ്ങല്ലാതെ വേറെ ആരുമില്ലാത്തതിനാൽ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ചെയ്തു തീർന്നുവെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആത്മാവ് നശിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തു തീർത്ത കാര്യങ്ങളെല്ലാം ശൂന്യമായി തീരും. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ രക്ഷയുടെ ജോലി
ഞങ്ങളുടെ സ്വന്തം ജോലിയാണെങ്കിലും അങ്ങയുടെ ബലമേറിയ സഹായം ഞങ്ങൾക്ക് നിഷേധിക്കരുതേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോ മിശിഹ നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്നു. അവിടുത്തെ ഈ ആഗ്രഹാനുസരണം, നിത്യരക്ഷയ്ക്കുള്ള തീവ്രമായ ആഗ്രഹം നമുക്ക് നമ്മെ ജനിപ്പിക്കാൻ ഉത്സാഹിക്കാം. നമ്മെ രക്ഷിക്കുവാൻ ഈശോ എന്താണ് ചെയ്തിട്ടുള്ളത്? നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രക്ഷ നേടാൻ നാം എന്തു ചെയ്യണം? ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് യഹൂദരെ മോചിപ്പിച്ചതിന് നന്ദിയായി ആഘോഷപൂർവമായ കർമ്മങ്ങളോടെ പെസഹ കുഞ്ഞാടിനെ വർഷം പ്രതി ബലി ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ഈ കുഞ്ഞാട് ന്യൂനതയില്ലാത്തതായിരിക്കണം. ബലിക്ക് 5 ദിവസം മുമ്പ് അതിനെ ആഹ്ലാദപൂർവം സ്വഭവനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കേണ്ടതാണ്. ഈ തിരുക്കർമ്മം കൃത്യമായി അനുഷ്ഠിക്കുന്നതിന് ഈശോയും സർവ്വദാ സന്നദ്ധനായിരിക്കുകയായിരുന്നു. ആ കൊല്ലത്തെ പെസഹായ്ക്കും ബലി ചെയ്യപ്പെടേണ്ട കുഞ്ഞാട് ഈശോ തന്നെ ആയിരുന്നതിനാൽ ഗാഗുൽത്താ മലയിലെ കുരിശുമരത്തിന് 5 ദിവസം മുമ്പ് തത്തുല്യമായ ആഘോഷങ്ങളോടെ സാനന്ദം അവിടുന്ന് ജെറുസലേമിൽ പ്രവേശിച്ചു. തന്റെ സ്വർഗീയ പിതാവിന് ബലി സമർപ്പിക്കാൻ നിയുക്തനായിരിക്കുന്ന പ്രധാന പുരോഹിതനാണ് അവിടുന്ന്. അതേസമയം മനുഷ്യരുടെ പാപങ്ങൾക്ക് ബലി ചെയ്യപ്പെടാനുള്ള ബലിവസ്തുവും അവിടുന്ന് തന്നെയാണ്. ഈ മഹാസന്ദർഭത്തിന് ഒരുങ്ങാൻ ആഡംബരപൂർവ്വം അവിടുന്ന് ജെറുസലേമിൽ പ്രവേശിക്കുന്നു. പഴയ നിയമത്തെ മുൻകൂട്ടി വെളിപ്പെടുത്തിയിട്ടുള്ളവരും തന്റെ പുരോഗമിയുമായ തന്റെ പിൻഗാമിയുമായ തനിക്ക് വഴിയൊരുക്കാൻ വന്നവനുമായ സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളവനായ ദൈവത്തിന്റെ കുഞ്ഞാടാണല്ലോ അവിടുന്ന്. ഈശോയുടെ ഹൃദയത്തിൽ ആദ്യം മനുഷ്യൻ എന്ന നിലയിലും രണ്ടാമതായി കുഞ്ഞാട് എന്ന നിലയിലും നടക്കുന്ന കാര്യങ്ങൾ നാം ദർശിച്ചിരുന്നെങ്കിൽ, ഒരു പുരോഹിതൻ എന്ന നിലയിൽ സർവശക്തനായ ദൈവത്തിന് എത്രയും സ്വീകാര്യവും മതാത്മകവുമായ ബഹുമാനം അവിടുന്ന് സമർപ്പിക്കുന്നു. കുഞ്ഞാടെന്ന നിലയിൽ എന്തുമാത്രം സ്നേഹമാണ് അവിടുന്ന് പ്രകാശിപ്പിക്കുന്നതെന്ന് കാണുക. തൻ്റെ പാപങ്ങൾക്കല്ല, അന്യരുടെ പാപങ്ങൾക്ക് വേണ്ടി താൻ ക്രൂരമായി ഉടനെ വധിക്കപ്പെടുമെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം തെല്ല് ധ്യാനിച്ചുകൊണ്ട് തന്നെ നമ്മളോട് ചോദിക്കണം, ഈജിപ്തിലെ മർദ്ദനങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചതിന് കൃതജ്ഞതയായി യഹൂദർ ഒരു പെസഹ കുഞ്ഞാടിനെ വർഷം തോറും സമർപ്പിച്ചിരുന്നുവെങ്കിൽ നിത്യനരക ശിക്ഷയിൽ നിന്ന് മോചനം നൽകിയതിന് നാം എന്തുമാത്രം കൃതജ്ഞത പ്രകാശിപ്പിക്കേണ്ടിയിരിക്കുന്നു. ദൈവപിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നു. എന്തൊരു കഷ്ടമാണ് എന്തൊരു കഷ്ടമാണ് കർത്താവേ, നീചമായ കൃതജ്ഞതയല്ലേ ഞങ്ങളെ കാണിക്കുന്നത്. എത്ര ലജ്ജാവഹമാണ് ഞങ്ങളുടെ ജീവിതം. അങ്ങ് നിത്യമഹത്വത്തിന് യോഗ്യനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ സ്തുതിക്കും മഹത്വത്തിനുമായി ഞങ്ങളുടെ ലജ്ജയും പരിഭ്രമവും ഞങ്ങൾ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. എത്രയും നീചമാം വിധം ഞങ്ങൾ അങ്ങേ ദ്രോഹിച്ചല്ലോ. രണ്ടാമതായി ദ്രോഹിച്ചല്ലോ ഈശോയെയും അങ്ങനെ വേണ്ട. ദേവിതാവേ, ഈശോയുടെ സ്നേഹപ്രകടനങ്ങളോടുകൂടി ഞങ്ങളുടെ സ്നേഹവും ചേർത്ത് വെച്ചുകൊണ്ട് അവിടത്തോടു കൂടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളിൽ അഹങ്കാരം, അസൂയ, കൊതി, ജഡികമോഹം, കണ്ണുകളുടെ ദുരാശ എന്നിങ്ങനെ എത്രമാത്രം ദുരാഗ്രഹങ്ങൾ, ദുർമോഹങ്ങളാണുള്ളത്. നിഷ്കളങ്കനായ കുഞ്ഞാടിനോടുകൂടെ യോജിച്ചുകൊണ്ട് ഇവയെല്ലാം നല്ല ദൈവമേ അങ്ങേക്കായി ബലി ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ബലി അനുഷ്ഠിക്കുന്നതിന് നേരായ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് വേണ്ടി ഈശോ മിശിഹ സമർപ്പിക്കാൻ പോകുന്ന നീതിപൂർണമായ ബലിയോടുകൂടെ ഞങ്ങളുടെ ഈ കാഴ്ചകളും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ഇത്ര ഉത്സാഹത്തോടെ മരിക്കാൻ പോകുന്ന ഈശോനാഥ, അങ്ങയെ അനുകരിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ബലിക്ക് മാധുര്യവും പരിമളവും പ്രദാനം ചെയ്യുന്ന ഹൃദയ സംതൃപ്തിയോടെ ആശാനിഗ്രഹം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ.
ദൈവത്തിൻ്റെ കൃപയുടെ അവർണ്ണനീയ ദാനമായ രക്ഷയെന്ന മഹാദാനത്തിന് കൃതജ്ഞതാ സ്മാരകമായി തമ്മിൽ കുടികൊള്ളുന്ന സ്ഥായിയായ ദുർഗുണത്തെ തിരഞ്ഞെടുത്ത് അതീവ തീഷ്ണതയോടെ നമുക്ക് അതിനെ ബലി കഴിക്കാം. സ്ത്രീഹന്മാരുടെ അകമ്പടിയോടുകൂടി ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതും ജനക്കൂട്ടം ഓശാന, ദാവീദിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഇസ്രായേലിലെ രാജാവ് വാഴ്ത്തപ്പെട്ടവൻ എന്ന് വിളിച്ചു പറയുന്നതും നാം വീക്ഷിക്കുമ്പോൾ നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. മനുഷ്യ സ്വഭാവത്തിൽ ദൈവം എന്നയാൾ അംഗീകരിക്കപ്പെടുന്നതും മഹത്വപ്പെടുന്നതും നാം കാണുന്നു. അതേസമയം 5 ദിവസത്തിനകം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് ഓർമ്മിക്കാം. സ്ത്രീകളിൽ ഒരാൾ അവിടുത്തെ ഒറ്റിക്കൊടുക്കും, വേറെ ഒരാൾ അവിടുത്തെ നിഷേധിക്കും, എല്ലാവരും അവിടുത്തെ ഉപേക്ഷിക്കും. അവിടുത്തെ രാജാവെന്ന് വിളിക്കുന്ന ജനം തന്നെ അട്ടഹസിക്കും. അവനെ കുരിശിത്തറയ്ക്കുക, അവനെ കുരിശിത്തറയ്ക്കുക. അസാധാരണമായ ഒരു മരിച്ചടിയെപ്പറ്റി നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ പ്രതീകം തന്നെയാണ് ബഹുമാനത്തിൽ നിന്ന് അപമാനത്തിലേക്കും ഓശാന വിളിയിൽ നിന്ന് കുരിശു തറയ്ക്കുവിൻ എന്ന വിളിയിലേക്കുമുള്ള ദൂരം. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ പ്രതീകം തന്നെയാണിത്. ബഹുമാനത്തിൽ നിന്ന് അപമാനത്തിലേക്കും ഓശാന വിളിയിൽ നിന്ന് കുരിശു തറയ്ക്കുവിൻ എന്ന വിളിയിലേക്കുമുള്ള ദൂരം തുച്ഛമാണ്. ആഹ്ലാദം പെട്ടെന്ന് പറന്നു പോകുന്നു. പ്രതാപം, ഐശ്വര്യം, ആനന്ദം എന്ന് പറയുന്ന സമസ്തവും അതിവേഗം സമാപിക്കുന്നു. മാധുര്യം അതിവേഗം കയ്പായി മാറുന്നു. നമ്മുടെ ആത്മാവിനോട് നമുക്ക് ചോദിക്കാം, ലോക ജീവിതത്തിന് ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നത് സമുചിതമാണോ എന്ന് നോക്കുക. സമസ്തവും മായയാണ്. മായയോട് ഒട്ടിപ്പിടിക്കുന്നത് എത്രയും മഹാമായയുമാണ് എന്ന തത്വം അപ്രമാദ നടപടിയായി സ്വീകരിക്കണമെന്ന് നമുക്ക് നമ്മുടെ ആത്മാവിനോട് പറയാം. സമസ്തവും കടന്നു പോകുന്നു. ദൈവത്തെ ശുശ്രൂഷിക്കുന്ന മനുഷ്യനെ നിശ്ചയിച്ചിട്ടുള്ള നിത്യാനന്ദമല്ലാതെ യാതൊരു ശാശ്വത സൗഭാഗ്യവുമില്ല. ഈ വസ്തുത നമ്മുടെ നടപടികളുടെ ഒരു ചിത്രം നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നു. കുമ്പസാരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും ഈശോയെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും സ്മരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനെപ്പറ്റി എത്രയെത്ര വാഗ്ദാനങ്ങളാണ് നാം ചെയ്യുന്നത്. എല്ലാ വസ്തുക്കളേക്കാൾ അവിടുത്തെ സ്നേഹിക്കുന്നുവെന്നും സർവോപരി അവിടെ നിന്നാണ് എൻ്റെ സ്നേഹഭാജനമെന്നും നാം പ്രഖ്യാപിക്കുന്നു. എന്നാൽ അധികം താമസിയാതെ ഒരു നീച സന്തോഷത്തെ പ്രതി അവിടുത്തെ നാം വിലവയ്ക്കാതെ പോകുന്നു. പാപം ചെയ്ത് അവിടുത്തെ നാം ദ്രോഹിക്കുന്നു. അങ്ങനെ എത്ര പ്രാവശ്യം. ഇന്ന് നാം ഓശാന വിളിക്കുന്നു, നാളെ കുരിശു തറയ്ക്കുവിൻ എന്ന് നാം അട്ടഹസിക്കുന്നു. നമ്മുടെ ദുഷിച്ച സ്വഭാവത്തിൻ്റെ നീചഫലം എന്നതിനേക്കാൾ നമ്മുടെ ദുഷ്ട സമ്പ്രദായങ്ങളുടെ ഫലമാണ് നമ്മുടെ ഈ അസ്ഥിരത. നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളെ കാണുന്നുണ്ടല്ലോ. അങ്ങ് ഞങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ഓരോ അണുവും അങ്ങയ്ക്ക് അജ്ഞാതമല്ലല്ലോ. സത്യമായും പൂർണ്ണമായും ഞങ്ങൾ അങ്ങയോട് ഐക്യപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അങ്ങയെ സ്നേഹിക്കാതെ അങ്ങയോട് ഐക്യപ്പെട്ടിരിക്കാൻ കഴിയുകയില്ല. ആകയാൽ അങ്ങയെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് അങ്ങയോട് ഞങ്ങൾ ഐക്യപ്പെട്ടാതിരിക്കുന്നത്. നന്മയായ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട്? എത്രയോ സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾ ഞങ്ങളുടെ നീചത്വം ഏറ്റുപറയുമ്പോൾ അതിനെപ്പറ്റി ഞങ്ങൾ എന്തുകൊണ്ട് വിലപിക്കുന്നില്ല? ഞങ്ങൾ മായയെ സ്നേഹിക്കുന്നു, അതിനോട് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നു. അതാണ് ഞങ്ങളുടെ നാശത്തിനൊക്കെ കാരണം. മായയോടുള്ള ഞങ്ങളുടെ സ്നേഹത്തെ നശിപ്പിച്ച് അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങയോടുള്ള സ്നേഹത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. അങ്ങയെ എന്നും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തു കൊള്ളാമെന്നുള്ള ഞങ്ങളുടെ നിശ്ചയത്തെ അങ്ങ് സ്ഥിരപ്പെടുത്തണമേ. നമ്മുടെ നല്ല പ്രതിജ്ഞകളിൽ നമ്മൾ ഉറച്ചു നിൽക്കാത്തതിലുള്ള വേറൊരു കാരണം നമ്മൾ നമ്മളിൽ തന്നെ ശരണം വയ്ക്കുന്നു എന്നത് തന്നെയാണ്. മേലിൽ നമുക്ക് ദൈവത്തെ ശരണം വയ്ക്കാം. അവിടുന്ന് നമ്മുടെ ശക്തി ആയിരിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ബഹുമാന ഘോഷങ്ങളോടെ ഈശോ മിശിഹ ജെറുസലേം നഗരത്തെ സമീപിച്ചപ്പോൾ അവിടുത്തെ ദൃഷ്ടികൾ
നഗരത്തിന്മേൽ പതിയുകയും കണ്ണുനീർ തടിച്ചുകൂടുകയും ചെയ്തു. കരയുന്നവർ ഭാഗ്യവാന്മാരാകുന്നു എന്ന തൻ്റെ വാക്കുകൾ സ്വമാതൃക കൊണ്ട് സ്ഥിരീകരിക്കുവാൻ വേണ്ടി അവിടുന്ന് കരഞ്ഞു. പ്രസ്തുത നഗരത്തിൽ വെച്ച് താൻ കുരിശിൽ തറയ്ക്കപ്പെടുന്ന വിചാരിച്ചല്ല അവിടുന്ന് കരഞ്ഞത്. പ്രസ്തുത നഗരത്തിന് വരാനിരിക്കുന്ന നാശത്തെ ഓർത്താണ്. നഗരത്തിലെ ഭവനങ്ങൾ തകർക്കപ്പെടുമെന്ന് കരുതിയല്ല അവിടുന്ന് വിലപിച്ചത്. പ്രസ്തുത അതിലെ നിവാസികൾക്ക് വരാനിരിക്കുന്ന ഭയങ്കര കഷ്ടതകളെ കണക്കിലെടുത്താണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി അവിടുന്ന് മരിക്കാൻ പോകുകയാണെങ്കിലും തങ്ങളുടെ സ്വന്തം കുറ്റനിമിത്തം അവർ രക്ഷപ്പെടുകയില്ല. ശാപഗണത്തിൽ അവർ എന്നും ഗണിക്കപ്പെടും. ഈശോയ്ക്ക് ആത്മാക്കളോട് എത്രയേറെ സ്നേഹമുണ്ടെന്ന് ചിന്തിക്കുക. രക്ഷപ്പെടാൻ പോകുന്നവരും നശിക്കാൻ പോകുന്നവരുമായ ഏവർക്കും വേണ്ടി ഇതാ അവിടുന്ന് രക്തം ചിന്താൻ പോവുകയാണ്. നശിക്കാൻ പോകുന്നവർക്ക് വേണ്ടി അവിടുന്ന് രക്തം മാത്രമല്ല ചിന്തുന്നത്, വളരെയേറെ കണ്ണുനീരും. തിരഞ്ഞെടുക്കപ്പെട്ടവരും തിരസ്കരിക്കപ്പെടുന്നവരും ഉൾപ്പെടുന്ന സഭയുടെ പ്രതീകമാണല്ലോ ജെറുസലേം. അങ്ങനെയെങ്കിൽ ദിവ്യരക്ഷകന്റെ നേത്രങ്ങളിൽ നിന്ന് കണ്ണുനീർ ചിന്തിച്ച ദുഷ്ടസമൂഹത്തിൽപ്പെട്ട ഒരാളാണോ? ദുഷ്ടസമൂഹത്തിൽപ്പെട്ടവരാണോ നമ്മൾ? പ്രാഥമിക തീഷ്ണത കൈവെടിഞ്ഞ് അലസമായി പാപത്തെ മുഴുകിയിരിക്കുന്നവരെ പ്രതി അവിടുന്ന് കരയുന്നു. നാം അത്തരക്കാരിൽ പെട്ടതാണോ? ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സഭയുടെ ഒരു ശിശുവായ ഞങ്ങൾക്ക് വേണ്ടി, അങ്ങയുടെ സഭയുടെ ശിശുക്കളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ചിന്തിയ കണ്ണുനീർ ഞങ്ങൾ ദർശിക്കുന്നു. അങ്ങയുടെ കൃപാവരത്തിന് ഞങ്ങൾ വിശ്വസ്തരായിരുന്നില്ല. അങ്ങയുടെ ആഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദിയുള്ളവരായിരുന്നില്ല. ഞങ്ങളുടെ നടപടികൾ ഭേദപ്പെടാത്ത പക്ഷം ഞങ്ങൾ നശിച്ചെന്ന് വരാം. ദൈവമേ, നശിക്കാൻ അങ്ങ് അനുവദിക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം നരകത്തിന് ഞങ്ങൾ യോഗ്യരായി തീർന്നിരിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ യോഗ്യരാണ്, ഞങ്ങളത് ഏറ്റുപറയുന്നു. അങ്ങ് കരയുന്നുവോ? ദാവീദിന്റെ പ്രിയപുത്ര, ഞങ്ങൾക്ക് വേണ്ടി കൂടി നീ കരയുക. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള അങ്ങയുടെ ബാഷ്പകണങ്ങൾ നാശയോഗ്യരായവർക്ക് വേണ്ടി ചിന്തുന്ന വേദനാപൂർവമായ കണ്ണുനീരാകാതിരിക്കട്ടെ. പ്രത്യുത ഞങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമായ പ്രായശ്ചിത്ത ചൈതന്യം ഉൾക്കൊള്ളുവാനുള്ള ആശ്വാസ ബാഷ്പമായിരിക്കട്ടെ. യഥാർത്ഥ പശ്ചാത്താപത്തോടെ പ്രത്യാഗമിക്കുന്ന ഒരു പാപിയെ പ്രതി പോലും അങ്ങ് അതീവ സന്തുഷ്ടനാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ സ്നേഹ ആർദ്രതയാൽ അങ്ങ് അനുവദിച്ചു നൽകുന്ന പശ്ചാത്താപ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നേർക്കുള്ള അങ്ങയുടെ തീഷ്ണമായ സ്നേഹത്തിൽ നിന്നാണ് ആ രക്തവും കണ്ണുനീരും അങ്ങിൽ നിന്ന് പുറപ്പെട്ടത്. അങ്ങയുടെ സ്നേഹം എന്നിൽ നിന്ന് എന്നിൽ അങ്ങ് ജ്വലിപ്പിക്കുക. ജീവിതത്തിലും മരണത്തിലും ആ സ്നേഹത്തിന് മാത്രമേ ഞങ്ങളെ ശത്രുവിൻ്റെ കെണിയിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയൂ. പ്രസ്തുത സ്നേഹം കൂടാതെ യാതൊരു പുണ്യവും യാഥാർത്ഥമായിരിക്കുകയില്ല. ഈശോ ചിന്തിയ കണ്ണുനീര് സർവശക്തനായ ദൈവത്തിന് സമർപ്പിക്കുവാനും നമുക്ക് അനുതാപ ബാഷ്പം വാങ്ങിത്തരാനും നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ജെറുസലേമിന്റെ നേരെ നോക്കി കരഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ ഹൃദയത്തിൻ്റെ വേദന വെളിപ്പെടുത്തി. നിർഭാഗ്യ നഗരത്തെ സ്നേഹ ആർദ്രതയോടെ വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ആ നഗരം എനിക്ക് വരാനിരിക്കുന്ന വിപത്ത് കാണാതെ ആലോചന ശൂന്യമായി കഴിയുന്നതിനാലാണ് താൻ കരയുന്നതെന്ന്. നിനക്ക് ബോധമുണ്ടായിരുന്നെങ്കിൽ എന്നാണ് അവിടുന്ന് പറയുന്നത്. അവിടുന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് മാത്രമാണ്. നിനക്കെതിരായി നിൽക്കുന്ന ദൈവകോപം നീ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തീർച്ചയായും കരയുകയും രക്ഷാമാർഗം അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ സമീപിച്ചിരിക്കുന്ന നാശം കണക്കിലെടുക്കുന്നില്ല. ഇതാണ് നിന്റെ നിർഭാഗ്യം. രോഗത്തിനുള്ള മരുന്ന് നിഷേധിച്ചുകൊണ്ട് മരിക്കാൻ പോകുന്ന ശിശുവിനെ നോക്കി ഒരു വത്സല പിതാവ് കരയുകയും വിലപിക്കുകയും ചെയ്യുന്നു. രക്ഷയുടെ ബാൾസം
രക്ഷയുടെ ടാബ്ലറ്റ് കൈപ്പിടിയിലിരിക്കെ അത് പ്രയോഗിക്കാതെ നശിക്കുവാൻ ഇഷ്ടപ്പെടുന്ന നഗരത്തെ നോക്കി ഈശോ അപ്രകാരം തന്നെ കരയുന്നു. അവിടുന്ന് ജനങ്ങളെ ഉപദേശിക്കാനും ജെറുസലേമിനെ രക്ഷിക്കാനും വേണ്ടി വന്നു. എന്നാൽ അവർ വ്യർത്ഥതകളാൽ ആകൃഷ്ടരായി സത്യത്തിന്റെ നേരെ തങ്ങളുടെ കണ്ണ് അടയ്ക്കുകയും രക്ഷയ്ക്കുള്ള മാർഗങ്ങൾ തള്ളിക്കളഞ്ഞ് രക്ഷയ്ക്ക് അയോഗ്യരാകുകയും ചെയ്യുന്നു. ആകയാൽ ഈശോ ജെറുസലേമിനെ നോക്കി ഈ വണ്ണം വിലപിച്ചു, ജെറുസലേമേ, നീ നശിക്കും. എന്നാൽ നിനക്ക് നല്ലതെന്തെന്ന് നീ അറിയുന്നില്ലെന്നുള്ളതും നിനക്ക് ദോഷമായത് നീ കാണുന്നില്ലെന്നുള്ളതാണ് നിന്റെ വിനാശത്തിന് കാരണം. ജെറുസലേമിന്റെ നാശം നമുക്ക് നല്ലൊരു പാഠമാണ്. ഈശോ പഠിപ്പിച്ചിട്ടുള്ള മാർഗത്തിലൂടെ നടക്കാനും നമ്മുടെ ക്രമരഹിതമായ ജീവിതത്തെപ്പറ്റി അനുദപിക്കാനും പുണ്യസമ്പാദനത്തിന് തീഷ്ണമായി സ്വയം സമർപ്പിക്കാനും വേണ്ടി ഏതെല്ലാം നിവേശനങ്ങളും എന്തുമാത്രം ആഹ്വാനങ്ങളും മാനസിക പ്രകാശവുമാണ് ആന്തരികമായി ബാഹ്യമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രേരണകളോടുള്ള നമ്മുടെ വിധേയത്വത്തെയും പ്രതിരോധത്തെയും ആശ്രയിച്ചിരിക്കും നമ്മുടെ രക്ഷയും നമ്മുടെ നാശവും. ഈ വിഷയത്തിൽ നമ്മുടെ സ്ഥിതി എന്താണ്? നമ്മൾ എത്ര നീചരാണ്! നമ്മൾ എന്തുമാത്രം അലസരും അശ്രദ്ധരുമാണ്. ഈ ജീവിതം നമ്മളെ വശീകരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ സമീപസ്ഥമായ നിത്യത്വത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നതേയില്ല. ഒരു പുണ്യവാനാകാൻ നമുക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ വിശുദ്ധിയുടെ മാർഗങ്ങൾ പരിത്യജിക്കുകയാണ് ചെയ്യുന്നത്. മനോവേദന ഉളവാക്കുന്ന ജഡിക സന്തോഷങ്ങളും ശരീര നിഗ്രഹം വഴി ഉണ്ടാകുന്ന ആധ്യാത്മിക ആനന്ദങ്ങളും തമ്മിലുള്ള ഒരു മത്സരം ഞങ്ങളിപ്പോൾ കാണുന്നു. എന്ത് തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. തിന്മയ്ക്കുള്ള കാരണം അങ്ങയ്ക്ക് അറിയാമല്ലോ. അങ്ങ് നൽകുന്ന പ്രകാശം കാണാൻ ഞങ്ങൾക്ക് കണ്ണില്ല, അങ്ങയുടെ സ്വരം കേൾക്കാൻ ഞങ്ങൾക്ക് ചെവിയില്ല, അങ്ങയുടെ ആർദ്രമായ സ്നേഹം ഞങ്ങളെ സ്പർശിക്കുന്നില്ല. ശൈത്യാവസ്ഥയിൽ ഞങ്ങൾ കഴിയുന്നു. കാരുണ്യവാനും നല്ലമനമായ വൈദ്യ, ഞങ്ങളുടെ നീചത്വത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങയുടെ പക്കലേക്ക് തിരിയുന്നു. സമയമുള്ളപ്പോൾ അങ്ങയുടെ കാരുണ്യത്തിൽ നിന്ന് ഫലമെടുക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. കാലാനുകാലം ദൈവതരുന്ന നിവേശനങ്ങൾക്ക് നമുക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കാം. ദൈവകോപത്തെ ജെറുസലേം ഭയപ്പെട്ടില്ല, നമുക്ക് ദൈവകോപത്തെ ഭയപ്പെടാം. മഹാതീഷ്ണതയോടെ ഒരു ജീവിതം നമുക്ക് ആരംഭിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ നല്ല ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ഞങ്ങളിലുള്ള പാപ അവസ്ഥകളെ, പാപ സ്വഭാവങ്ങളെ അങ്ങ് തന്നെ പറിച്ചു നീക്കി മാറ്റണമേ. ഈ നോമ്പ് കാലത്തിൽ കൂടുതൽ പരിത്യാഗത്തോടെയും കൂടുതൽ പ്രാർത്ഥനയോടെയും കൂടുതൽ സ്നേഹത്തോടെയും ഒക്കെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഈശോയെ, അങ്ങയുടെ കൃപാകരമായ കടാക്ഷം ഞങ്ങളുടെ മേലുണ്ടാകണമേ. അങ്ങ് മാത്രമാണ് ഏക ശരണമെന്ന് വിശ്വസിച്ചുകൊണ്ട്, അങ്ങ് മാത്രമാണ് ഏക പ്രത്യാശ എന്ന് ആശ്വസിച്ചുകൊണ്ട്, അങ്ങിൽ മാത്രമാണ് ഏക ആശ്രയം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മഗ്ദലന മറിയത്തെ പോലെ അങ്ങയെ ശുശ്രൂഷിച്ച് അങ്ങയ്ക്ക് വേണ്ടി സർവ്വതും നൽകി ഒരു പുണ്യവാണൻ അല്ലെങ്കിൽ പുണ്യവതിയായി തീരുവാനും, പരിശുദ്ധ അമ്മയെപ്പോലെ സഹരക്ഷകയായി പരിശുദ്ധ അമ്മ വർത്തിച്ചിട്ടുള്ളതുപോലെ അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മയിൽ ഞങ്ങളും ഞങ്ങളെ തന്നെ നിലനിർത്തുവാനും ഞങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയരുന്ന മഹത് വചനങ്ങൾ അങ്ങയ്ക്ക് അപമാന കാരണമാകാതിരിക്കാനും, ഞങ്ങൾ നൽകുന്ന ഈ സ്തുതികൾ പിന്നീട് ഞങ്ങൾ അങ്ങയ്ക്ക് നൽകുന്ന നിന്ദാവചനങ്ങളാകാതിരിക്കാനുമൊക്കെ ഈശോയെ അങ്ങ് തന്നെ ഇടവരുത്തണമേ. സർവചരാചര സൃഷ്ടികളോട് ചേർന്നുകൊണ്ട് സർവപ്രതാപവാനായ അങ്ങയെ ഞങ്ങൾ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ, അങ്ങിൽ മാത്രം ഞങ്ങൾ
ശരണം വയ്ക്കുന്നു, അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അങ്ങയുടെ കൃപാകരമായ കടാക്ഷം ഞങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ഈശോനാഥ, അങ്ങയുടെ ആശീർവാദത്തിനായി ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഈശോയെ ഒരു നിമിഷം ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് മുഖത്തപ്പെടുത്തുകയാണ്. അങ്ങയുടെ അനന്തമായ സ്നേഹം നന്ദി പറഞ്ഞുകൊണ്ട്, അങ്ങ് ഈ നിമിഷങ്ങളിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, ഇപ്പോൾ ഈ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളെയും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് വിട്ടു തന്നുകൊണ്ട് ഈശോയെ ഒരു നിമിഷം ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Swa